ഹലോ ഡിയസ്, നമ്മളപ്പോൾ ഇന്നുള്ളത് കൊളംബോ ബസാറിൻ്റെ മുന്നിലാണ്. കൊളംബോ ബസാറിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റിയ സാധനങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കൊളംബോ ബസാറിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ആദ്യത്തെ സെക്ഷൻ വരുന്നത് അരിയുടെ വിപുലമായ കളക്ഷൻസ് ആണ്. അരിയുടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡബിൾ ഹോഴ്സും പെരിയാറിൻ്റെയും ബ്രാൻഡൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. വേറെ ബ്രാൻഡൊക്കെ ഉണ്ട്, പക്ഷെ അത് നമ്മൾ നാട്ടിൽ കാണുന്നതല്ല, വേറെയാണ്. ഇപ്പോൾ പുതിയൊരു ബ്രാൻഡും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുക്കാറുള്ളത് ഡബിൾ ഹോഴ്സിൻ്റെ പാലക്കാടൻ മട്ടയാണ്. പിന്നെ അരിയിൽ നമുക്ക് ബസ്മതി റൈസും ഉണ്ട്, അതിൻ്റെയും ഒരുപാട് ബ്രാൻഡുകളുടെ ഉണ്ട്. പിന്നെ ആശീർവാദ ആട്ട, അത് നമുക്ക് 5 കിലോ 10 കിലോൻ്റെയൊക്കെ നമുക്ക് പാക്കറ്റ് ഇവിടുന്ന് വാങ്ങാനായിട്ട് പറ്റും. നമ്മളെടുക്കാറുള്ള അരിയുടെ ഇത് വന്നത് 10 കിലോൻ്റെ അരിയാണ്. ഇവിടെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ കിട്ടുന്നത്. ഇതിന് നമുക്ക് തുറന്നു ചില്ലുകൂടെ നമുക്ക് തുറന്നു നോക്കാം. അവിടെ ആരും അടച്ചിട്ടില്ല. ഇതങ്ങോട്ടേക്ക് ഇറക്കി വയ്ക്കും. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പലഹാരങ്ങൾ, റെഡി ടു ഈറ്റ്. അതായത് നമ്മുടെ മസാല ദോശ, അതുപോലെ തന്നെ അലുവയുടെ ഹൽവ, പിന്നെ എന്തെന്നാ അവിയലൊക്കെ ഉണ്ട്. അവിയലൊക്കെ നമുക്ക് പലഹാരമല്ല ഇതിനകത്തുള്ളത്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അവിയൽ ഇതേ, അതുപോലെ തന്നെ പച്ചടി, അവിയൽ, പിന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ചക്കക്കുരു ഉണ്ട്. അതൊക്കെ മെഴുക്ക് പുരട്ടി സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതേ പലഹാരം നോക്കുകയാണെങ്കിൽ ദോശ, മസാല ദോശയുടെ നീ കിടക്കണേ. പിന്നെ ഇതൊക്കെ മസാല ദോശ. പിന്നെ കട്ട് ചെയ്തിടണം ചേട്ടാ. ഇത് ഹൽവ കണ്ട, ഹൽവയുടെ ഇതുണ്ട്. പിന്നെ അതേ പുട്ടുണ്ട്, പിന്നെയും ഹൽവ വന്നിട്ടുണ്ട്. പിന്നെ അതേ ഉഴുന്നുവട, നമ്മുടെ ഉഴുന്നുവട ഉണ്ട് കേട്ടോ, ഉഴുന്നുവട. പിന്നെ അതിനകത്ത് മൈസൂർ ബോണ്ടി ഉണ്ട്. പിന്നെ നമ്മുടെ ഇഡലി കിട്ടി. ഇതിനകത്ത് പരിപ്പടി ഉണ്ടോ? പരിപ്പടി ഇല്ല, പലഹാരങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടോ? പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഒരു പീസ് ഇത് കണ്ട. ഇവിടെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് സാധനങ്ങളുണ്ട്. ചപ്പാത്തി, ദോശ, പിന്നെ നാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മുടെ ഇത് കണ്ട, നമ്മുടെ റോളാണ്. അതെന്താ മിനി എന്താ എഴുതിച്ചാണ്, എന്തോ സംഭവമാണ്, വായിക്കാൻ മനസ്സിലാകാത്തതുകൊണ്ട് നമ്മളത് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെന്താ സമൂസ കണ്ടിട്ട് സമൂസയുടെ ആ റോളാണ് ഉണ്ടാക്കണ സാധനം. പിന്നെ പറാത്ത ഉണ്ട്. പറാത്തയാണ്. പിന്നെ മറ്റേ സാധനങ്ങള് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട്സ് ഉണ്ട്. കോക്കനട്ട് കണ്ട, പല ഇതിൻ്റെ ഇതുണ്ട്. ഇത് ഗ്രേറ്റഡ് കോക്കനട്ടാണ്. പിന്നെന്താ അതേന സമൂസ ഇവിടെ ഇരിക്കുന്നത്. അത് സമൂസ പരത്തണ ഇതായിരുന്നു, പൊതിയണ സാധനം ഷീറ്റായിരുന്നു. ഇത് നമ്മുടെ സമൂസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പല ഇതിനകത്തൊക്കെ ആയിട്ട് ഫ്രീസറിലായിട്ടാണ് പല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഒക്കെ മിക്സ് ആയിട്ട് കിടക്കണേ. പിന്നെന്താ ഇതിനകത്ത് കൂടുതലും നമ്മുടെ ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. ഇപ്പുറത്ത് പൊറോട്ട,
പിന്നെ ഞങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ എന്താ പറയുക, കൊള്ളിയുടെയും പിന്നെ ചേന, ഇത് കൊള്ളിയുടെ വലിയ കഷ്ണങ്ങൾ, ഇതുപോലെ തന്നെ കൊള്ളിയുടെ ചെറിയ ക്യൂബുകൾ ഉണ്ടാവാറുണ്ട്. അതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് പൊറോട്ട. ഇത് പൊറോട്ട. ഇതിവിടെ ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഇതവിടെ പൊറോട്ട കിടക്കണം. നമുക്ക് കൊള്ളിട്ടാലോ വേണ്ട. കൊള്ളിയുടെ റേറ്റ് നോക്കി. ടാപ്പിയോക്ക സ്ലൈസ്ഡ് 1 kg 4 euro. 1.5 കിലോക്ക് 5 euro. 5 euro വേണ്ടല്ലേ കൊടുക്കാം. പിന്നെ അത് സ്ലൈസ്ഡാന്ന് തോന്നുന്നേ. ഭയങ്കര ഇത് അല്ലാത്തതിന് എത്രയാണോ. എന്തായാലും നമുക്ക് അടച്ചു വെക്കാം. പഞ്ചാബി സമൂസ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പായ, ഇത് വേപ്പില, ഇത് ഉണക്കിയ വേപ്പിലാണ്. ഫ്രഷ് വേപ്പില വേണമെങ്കിൽ നമുക്ക് അവിടെ കിട്ടും. പെപ്പർ പൊടി, അതുപോലെ തന്നെ അജ്വൈൻ എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞു മുളകില്ലേ, നമ്മുടെ കാന്താരി മുളക്, അത് ഉണക്കിയത്. ഇത് കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ സീഡ് കിട്ടില്ല. കാന്താരി മുളക് ഉപയോഗിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും കൊണ്ടോട്ട് കഴിക്കില്ല. ഇനി ഇവിടെ വേറെ എന്തൊക്കെ സാധനം ഉണ്ടോ ഒന്നും എനിക്കറിയാം. ഇത് ജിഞ്ചർ പൗഡർ കേട്ടോ. ഇനി നമ്മൾ അടുത്തത് മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മീനിൻ്റെ സെക്ഷനാണ്. മീനിൻ്റെ സെക്ഷനിൽ ഇവിടെ നമുക്ക് വലിയ മീനുണ്ട്, ചെറിയ മീനുണ്ട്, അങ്ങനെ കുറേ മീനുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ മീനുകളൊക്കെ നമ്മൾ പക്ഷെ ഫ്രഷ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ നമ്മുടെ മിക്സ് മാർട്ടിൽ പോയിട്ട് വാങ്ങാറുള്ളത് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. ഇത് പക്ഷെ കുറേ ഇതായിട്ടുണ്ടോ ഫ്രീസ് ആയിട്ടുള്ള സാധനം കണ്ടോ. നമ്മുടെ രോഹുവാണ് കേട്ടോ, നാട്ടിൽ കിട്ടുന്ന രോഹു മീൻ. ഏകദേശം ഒരു എത്ര വെയിറ്റ് ഇതിനകത്ത് ചേട്ടനോട് അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് 8 കിലോക്ക് 5 കിലോ റേറ്റ് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. 8 euro കിലോ അല്ല കേട്ടോ, 8 euro കിലോക്ക് 8 euro ആണ്, അങ്ങനെ എന്താ പറഞ്ഞു. പിന്നെ ഇതേതോ വളഞ്ഞ ടൈപ്പ് ഒരു മീനുണ്ട്. ഇത് ഏത് മീനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. രോഹുവിന് തന്നെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കോഴിക്കാല് കാണിച്ചു കൊടുക്കണ്ടേ? കോഴിയുടെ കാല് കണ്ട. കോഴിയുടെ കാല് അതെന്താ ചിലപ്പോ മലയാളികൾ മാത്രമായിരിക്കില്ലല്ലോ വരാം. കോഴിയുടെ കാലാണ് ഈ കിടക്കുന്നത്. അതുപോലെ തന്നെ പീസായിട്ട് വലിയ മീനുകൾ തന്നെ പീസായിട്ടുള്ളതുണ്ട്. ഏത് മീനാന്ന് പറഞ്ഞൂടാ. പിന്നെ അതുപോലെ തന്നെ ഇതേതൊരു മീനാണ്, ഏത് മീനാന്ന് പറഞ്ഞൂടാ. പിന്നെ ഇത് നമ്മുടെ കൂന്തലല്ല കേട്ടോ, സോറി മാറിപ്പോയി, വേറെ ഇത്. ഇനി നമ്മൾ പാത്രങ്ങൾ, അതായത് മൺചട്ടികൾ നമുക്കിവിടെ കിട്ടും. ചട്ടി കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഇനി ഇവിടെ വരാണെങ്കിലും വേറെ മീനുകളാണ്. ഇതൊക്കെ ചെറിയ മീനുകളാണ്. കൊഞ്ചുണ്ട്, അതുപോലെ തന്നെ കൊഞ്ചിന് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ പല മീനുണ്ട്. സാധാരണ ഇതിലൂടെ ചാള, കൊഴുവയൊക്കെ കാണാറുണ്ട്. ഇപ്രാവശ്യം കൊഴുവൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു കൂടുതലും പ്രോൺസ് ആണുള്ളത്. വില വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് നമ്മുടെ കൂന്തൽ ഇവിടെ കൂന്തലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതും കൂന്തൽ തന്നെയാണ് തോന്നുന്നത്. ഇത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ പീസാക്കിയിട്ടുള്ളതാന്ന് തോന്നുന്നത്. ഇത് പീസാക്കാത്ത കൂന്തലാണിത്. ഇത് ഇതായിട്ടുള്ളത് ഫുള്ളായിട്ടുള്ളതും. ഇത് ഞണ്ടുണ്ട് കേട്ടോ. ഞണ്ടാണ് കണ്ടോ. ഞണ്ട് 2 പാക്കറ്റ് ഞണ്ടുണ്ട്. വർഷയ്ക്ക് ഞണ്ട് വേണം. വർഷ ഇപ്രാവശ്യം ഒന്നും പറയണില്ല എന്നാണ് പറയണത്. പണിയെടുത്ത് തളർന്നു വന്നാണ് കാരണം കൊണ്ട് ഇന്നൊന്നും പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. വർഷയ്ക്ക് ഉറക്കം വന്നിട്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് മീൻകറി ഉണ്ട്. മീൻകറി കേരള ഫിഷ് കറിയാണ്. കുക്ക്ഡ് വിത്ത് കോക്കനട്ട് ആൻഡ് അതർ സീസണിങ്സ്. ഫുള്ളി കുക്കഡാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. ഇനി മീനൊക്കെ വാങ്ങി കറിയൊക്കെ വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫിഷ് കറി വരെ ഇവിടെ കൊളംബോ ബസാർ വന്ന് കിട്ടും. ഇത് ഷ്രിമ്പിൻ്റെ തന്നെ, ഷ്രിമ്പ് വിത്ത് മാംഗോ ഇട്ടിട്ട് കറി. ഇത് മൊത്തം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇത് വലിയ സംഭവം എന്തുകൊണ്ടില്ല, പഞ്ചാബി സമൂസ ഉണ്ട് കാണുന്നത്. വലിയ സംഭവം, വലിയ സാധനം.
കുറേ ഉണ്ടാവും. 25 പീസുള്ള പഞ്ചാബി സമൂസയാണ്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഇതിനെന്താ പറയുക, പേര് ഞാൻ പറഞ്ഞില്ല, അവലുണ്ട്, പിന്നെ സോയാബീൻ ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. മാഗി അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ. ഇങ്ങനെയുള്ള സെക്ഷൻ മൊത്തം പൊടികളുടെ സെക്ഷൻസ് ആണ്. പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പയറിൻ്റെ സെക്ഷൻ. അതിൽ പരിപ്പ്, ചെറുപയർ, വൻപയർ, കടല, ഗ്രീൻ പീസ് തുടങ്ങി എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. ഇത് 500 ഗ്രാം തുടങ്ങി 2 കിലോ ഒക്കെ പാക്കറ്റുകൾ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പരിപ്പും പയറിൻ്റെ സെക്ഷൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് പൊടികളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക്, അതുപോലെ തന്നെ ഏലക്കായ, പെരിഞ്ജീരകം, ജീരകം, അങ്ങനെയുള്ള സ്പൈസസും നമുക്കിവിടെ, എല്ലാ സ്പൈസസും നമുക്കിവിടെ കിട്ടും. പിന്നെ ചുക്കുണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ പായസം ഉണ്ടാക്കാനുള്ള പായസം മിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത്. അതിനകത്ത് കശുവണ്ടി, മുന്തിരി, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ചൗവരിയും കിട്ടും ഇവിടെ. അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റാക്കാണിത്. ഇതിനകത്ത് നമ്മുടെ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള പൊടികളൊക്കെ നമുക്ക് കിട്ടും. മെയിനായിട്ട് നമ്മുടെ അരിപ്പൊടി, പിന്നെ പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, പിന്നെ ഇൻസ്റ്റൻറ്റ് പാലപ്പത്തിൻ്റെ പൊടിയുണ്ട് ഇവിടെ. പിന്നെ റവയുണ്ട്, റോസ്റ്റ് ചെയ്യാത്തതും ഉണ്ട്. പിന്നെ ഇഡ്ഡലി റവ എന്ന് പറഞ്ഞിട്ട് വേറെ ടൈപ്പ് ഇതുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പാക്കറ്റൊക്കെ ഈ അരിപ്പൊടിയുടെ ഒക്കെ പറയുകയാണെങ്കിൽ 500 ഗ്രാം തുടങ്ങി 5 കിലോ വരെയുള്ള പാക്കറ്റുകൾ വരെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മുടെ പപ്പടത്തിൻ്റെ ഒരുപാട് ടൈപ്പ് പപ്പടങ്ങളുടെ ഇതുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അച്ചാറിൻ്റെ സെക്ഷൻ. ഇവിടെ നമുക്ക് മാങ്ങച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ വടുകംപുളി അച്ചാറ്, പിന്നെ മുളകിൻ്റെ അച്ചാറ്, വെളുത്തുള്ളി അച്ചാറ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങളും അച്ചാറുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഉപ്പിലിട്ടതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. വെളുത്തുള്ളി, മാങ്ങ, അതുപോലെ തന്നെ മുളകൊക്കെ ഉപ്പിലിട്ട് നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ സോസുകളുടെ സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമുക്കിവിടെ കോക്കനട്ട് തന്നെ അതിൻ്റെ പൊടിയും പിന്നെ അത് ക്യാനിലായിട്ടുള്ളതും നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ സെക്ഷൻ. ഇവിടെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളും കിട്ടും. വെണ്ടയ്ക്ക, വഴുതന, കോവയ്ക്ക, പയറ്, ചില ടൈമിലൊക്കെ നമുക്ക് ഇവിടെ കുടപ്പനൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കപ്പങ്ങ, കണ്ടിച്ചേമ്പ്, കാച്ചിൽ, പിന്നെ ചേന, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ചക്കയൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ വേപ്പിലുണ്ട്. പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പഴം നമുക്കിവിടെ പഴുത്തതും ഉണ്ട്, പഴുക്കാത്തതും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങൾ കാണാനായിട്ട് പറ്റും. റൈസ് കുക്കർ, ഇഡ്ഡലിപ്പാത്രം, ചീനച്ചട്ടികൾ, പാനുകൾ, പുട്ടുംകുറ്റി, ഇഡ്ഡലിപ്പാത്രം, പിന്നെ ചപ്പാത്തി കോലുണ്ട്, പിന്നെ ഇരിക്കണ സാധനമുണ്ട്, അരിപ്പ, മിക്സി, അതുപോലെ തന്നെ കുക്കറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലും ഉണ്ട്. ഇവിടെ കണ്ടോ ഉണ്ണിയപ്പച്ചട്ടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാളികേരം ചേർന്ന് കണ്ടോ ഈ സാധനം. പിന്നെ ഇവിടെ നാളികേരം അവിടെ ഉണ്ടാവുമല്ലോ. നാളികേരം ഉണ്ട് അവിടെ, കണ്ടില്ല നാളികേരം. പിന്നെ ഇതൊക്കെ നമ്മുടെ മറ്റേ സംഭവമാണ്. ഇതാണ് നമ്മുടെ ഈ കടയിലെ ചേട്ടൻ. എൻ്റെ പേര് ரஞ்சல். 7 வருஷமாகுது. இங்கே வார எல்லா கஸ்டமருக்கும் நன்றி. எல்லாம் வாங்க, வெல்கம்.
നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരെങ്കിലും കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് നമ്മുടെ ആ സാധനങ്ങളൊക്കെ കാലിയാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇന്ത്യൻ സ്റ്റോറുകളാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടും. പൊടികളാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും വരാൻ പറ്റിയിട്ടുള്ളൊരു കടയാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ ജർമ്മനിയിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും. ഈ ഒരു ഷോപ്പ് വന്നത് ബോൺ ബോയിലായിട്ടാണ്. അപ്പോൾ ബോണിലുള്ള എല്ലാ മലയാളികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും. ഈ സ്റ്റോർ എന്ന് പറയുന്നത് ഇന്ത്യനും അതുപോലെ തന്നെ ഏഷ്യൻ സാധനങ്ങളും കിട്ടുന്ന ഒരു ശ്രീലങ്കൻ സ്റ്റോറാണിത്. ഗൂഗിൾ മാപ്പിൽ നമുക്ക് കൊളംബോ ബസാറിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും.